പുറത്തു പോകും അല്ലെങ്കിൽ അങ്ങനെ അക്ബർ കല്യാണം നീ ക്യാപ്റ്റനെ കൊള്ളൂല്ലോ അങ്ങനെ ചിരിക്കണം മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഞാൻ അതായത് ചിരിക്കുകയാണെങ്കിൽ ഉണ്ടാവാറുണ്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അക്ബർ ആരെയും കളിയാക്കണം അക്ബറല്ല ആദ്യം കളിച്ചിരിക്കും അപ്പൊ നീ എന്ത് ചെയ്യണം ആ സ്പോട്ടിലടിക്കണം കൊട്ടണം നല്ലതുപോലെ അപ്പൊ കളിയാക്കി നീ ഇവിടെ ചിരിക്കില്ല ആ സമയങ്ങളിൽ നീ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്താ അങ്ങനെ പറയരുത് കോമഡി ഒക്കെ ഇല്ല പിന്നെ ഇവിടെ എല്ലാം ഭക്ഷണം കഴിച്ചിട്ടൊരു കുത്തിയിരിപ്പുണ്ട് പറയട്ടെ ആരിനെ അതാ പറഞ്ഞ ആരെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് മനസ്സിലായില്ലേ ഭക്ഷണം കഴിച്ച് ഓരോന്നോരം പോയിരിക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ടാസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ചിരുത്തിട്ട് അവിടെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കണം കേട്ടോ ഡാൻസോ പാട്ടോ മിമിക്രിയോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി അത് പ്ലാൻ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നീ നിന്ന് വേണം ചെയ്യാതൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന സംഭവങ്ങളാണ് അവരെന്നെ പതുക്കെ നോക്കിയിരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കും അപ്പൊ അവരുടെ നോട്ടം എങ്ങനെ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവനെന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടിയതിനു ശേഷം അല്ലെങ്കിൽ മിണ്ടി വരുമ്പോൾ ആ സമയത്താണ് അവനെന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചോണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ നോക്കും ഇവളോട് ചവക്കില്ല പിന്നെ തരങ്ങെടുക്കും അപ്പൊ വീട്ടിൽ നോക്കും ഇങ്ങനെ കാണിക്കും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് അവന്റെ രീതികളാണ് ഇത് അവൻ പഠിച്ചു ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് മനസ്സിലല്ലേ ഇപ്പൊ അക്ബർ പരിഹാസത്തിന്റെ അങ്ങേയറ്റം അവന്റെ രീതിയാണ് ഓരോരുത്തർക്കും രീതി അവൻ തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ കളിയാക്കാൻ പരിഹസിക്കാൻ പെട്ടെന്ന് വരും ഞാൻ ഇത് പിടിച്ചു നിർത്തിയത് ഏതൊരു കാര്യത്തിലുണ്ടോ അത് ഓട്ടോമാറ്റിക് വരുന്നതാണ് നമുക്ക് അങ്ങനെ ഒരാളെ പരിഹസിക്കാൻ പറ്റില്ല സത്യം ഓരോരുത്തർക്കും ഓരോ രീതി അത് നമ്മളിങ്ങനെ പഠിച്ച് വന്നു കുറെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും